വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇതിപ്പോൾ രഹസ്യമായ കൂടിക്കാഴ്ചയായതുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നം. പരസ്യമായ കൂടിക്കാഴ്ചയാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഒരു ഉദ്ദേശ്യം മുൻനിർത്തിയായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നു. കൃത്യമായിട്ടൊരു ആസൂത്രണത്തിന് അജിത് കുമാർ RSS നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതിനെ തുടർന്നാണ് പൂരം അട്ടിമറി ഉൾപ്പെടെയുള്ള അലങ്കോലപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയത് എന്നൊരു വാദത്തിലാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. ഞാൻ കേട്ടു. ഞാൻ ഇത് മുമ്പും മറ്റ് ചാനലുകൾ പല രീതിയിലുള്ള ചർച്ചകൾ കണ്ടതാണ് ഈ വിഷയത്തെ പറ്റി. പക്ഷേ ADGP എന്ന വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിനല്ല പോയത്. ഒരു പക്ഷേ ദത്താത്രേയ ഹോസ്പിറ്റലുമായി സൗഹൃദം ഉണ്ടെങ്കിലോ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. ദത്താത്രേയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് RSSന്റെ ലീഡറാണ് ഓഫ് കോഴ്സ്. പക്ഷെ അതേ സമയത്ത് അവർക്ക് വ്യക്തിത്വങ്ങളുണ്ട്. പലരും കൂടിക്കാഴ്ച നടത്താറുണ്ട്. ഇപ്പൊ ഇവിടെ രമേശ് ചെന്നിത്തല പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായ നസറുദ്ദീൻ ഇളമരമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നിൽക്കുന്ന ചിത്രങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പൊ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സ്വീകരണം അറിയാലോ. അതെ, മദനിക്ക് കൊടുത്ത സ്വീകരണം അത് കുറ്റിപ്പുറത്ത് മദനിയെ അടുത്തിരുത്തിക്കൊണ്ട് പിണറായി വിജയൻ താലോലിച്ചും സ്നേഹിച്ചും. അതുപോലെ കോൺഗ്രസിന് എത്ര ലീഡേഴ്സ്, കോൺഗ്രസിന്റെ ലീഡേഴ്സ് മുഴുവൻ ഇന്നും T സിദ്ദീഖൊക്കെ കരച്ചിൽ മാറിയിട്ടില്ല മദനി ജയിലിൽ കിടക്കുന്നതിന്റെ വിഷമം. അപ്പൊ അങ്ങനെ ഇവര് കോൺഗ്രസ്സുകാർക്ക് ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേരാനോ അവരുടെ പിണിയാളുകളായി പ്രവർത്തിക്കാനോ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു ലജ്ജയും തോന്നിയിട്ടില്ലെന്നിരിക്കെ ദത്താത്രേയ ഹൊസബളെ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ RSS നേതാവിനെ നമ്മുടെ ADGP കണ്ടു എന്ന് പറയുന്നത് അതിലെ വിശദാംശങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. പൊട്ടൻ ആനെ കണ്ടവരെയാണ് കാര്യങ്ങൾ പറയുന്നത്. ദത്താത്രേയ ഹൊസബളയായിട്ട് എന്ത് സംസാരിച്ചു? ഒരു ADGP ഇവര് ഇവിടെ ആരോപണത്തിന്റെ കുന്തമന പോകുന്നത് പിണറായി വിജയനിലേക്കാണ്. പിണറായി വിജയൻ പറഞ്ഞു വിട്ടതാണ് ADGPയെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യണം, തൃശ്ശൂർ പൂരം കലക്കിയിട്ട് അതിൽ നിന്ന് BJPക്ക് എസ്പെഷ്യലി സുരേഷ് ഗോപിക്ക് കുറച്ച് വോട്ട് അധികം കൊടുക്കുകയും അവിടെ ജയിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അവിടുത്തെ ആ സമയത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുള്ള ഒരു നാരറ്റീവാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. നമുക്കറിയാലോ, അതിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവായിരുന്ന K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നത്. അതിനുശേഷമാണ് ഈ നമ്മുടെ മുരളീധരനെ അവിടെ പ്രൊജക്ട് ചെയ്യുകയും തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അപ്പൊ ഓൾറെഡി കോൺഗ്രസ് അവിടെ ലിറ്ററലി തോറ്റു കഴിഞ്ഞു. ശരിയല്ലേ? കോൺഗ്രസ് എന്ന പാർട്ടി, അനിൽജി കേൾക്കാമോ? കേൾക്കാം. കോൺഗ്രസ് എന്ന പാർട്ടി പൊളിറ്റിക്കലി അവിടെ തോറ്റു കഴിഞ്ഞ ശേഷമാണ് ഇലക്ഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ what I mean is ഇവിടെ സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലായിരുന്നല്ലോ യുദ്ധം. അതെ, സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ് അവിടെ യുദ്ധം ഉണ്ടായത്. കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. അതിന്റെ കാരണം കോൺഗ്രസിലെ ഇന്റേണൽ പൊളിറ്റിക്സിനെ പറ്റിയിട്ടും കോൺഗ്രസ് എത്ര നെറികെട്ട ഒരു പ്രസ്ഥാനമാണെന്നും കോൺഗ്രസിനകത്ത് എങ്ങനെ കുതികാല് വിട്ടും പാരയും, അതായത് കരുണാകരൻ മുതൽ മുരളീധരൻ വരെയുള്ളവരെ എങ്ങനെയാണ് കോൺഗ്രസ് എന്ന നികൃഷ്ട പാർട്ടി, അത് എന്റെ വാക്കല്ല, പിന്നെ പത്മജയുടെ വാക്കുകളാണ്, എങ്ങനെയാണ് കോൺഗ്രസ് ഇങ്ങനെ നശിപ്പിച്ചതെന്ന് കണ്ടിട്ടാണ്. എന്നിട്ട് പത്മജ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോ മുരളിയേട്ടനെ അവിടെ തോൽപ്പിക്കും ഇവര് എന്നും പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ അത് ദത്താത്രേയ ഹൊസബളയായിട്ട് പോയി കണ്ടതിന് ഫലമായിട്ടാണോ? ഇപ്പൊ അവനവന്റെ വീക്ക്നെസ്, അവനവന് ഉയരം ഇല്ലാത്തത് മറ്റുള്ളവന് ഉയരം കൂടിയെന്ന് കളിയാക്കി പറയരുത്. ഇവിടെ സുരേഷ് ഗോപി എന്ന കാൻഡിഡേറ്റ് എടുക്കുക. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ പലതിലും എല്ലാത്തിലും തന്നെ BJP സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതില് ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് മുമ്പേ തന്നെ പ്രെഡിക്റ്റ് ചെയ്തൊരു കാര്യമാണ്, സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും ഒക്കെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ രണ്ടു പേർക്കും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്, ജനങ്ങളോട് സംവദിക്കാൻ കഴിവുള്ളവരാണ്. വിശേഷിച്ച് സുരേഷ് ഗോപിക്ക് എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പത്തെ ഇലക്ഷൻ മുതൽ തന്നെ സുരേഷ് ഗോപി വളരെ ശ്രദ്ധയോടുകൂടി തൃശ്ശൂർ മണ്ഡലത്തെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചു. അത് ദത്താത്രേയ ഹൊസബളയായിട്ട് ADGP കണ്ടതിന്റെ പേരിലാണ് അല്ല. അപ്പൊ അതൊക്കെയും വോട്ടാവുന്നുണ്ട്. സുരേഷ് ഗോപി വാർത്തയിൽ ഇല്ലാത്ത ഒരൊറ്റ ദിവസം പോലും കഴിഞ്ഞ ഒരു 7-8 വർഷം അല്ലേ? അതെ, അതാ ഞാൻ പറയുന്നത്. സുരേഷ് ഗോപി മുഖ്യധാര മാധ്യമങ്ങളിൽ ഇല്ലാത്ത ഒരൊറ്റ ദിവസം പോലും കഴിഞ്ഞ 7-8 വർഷമായിട്ട് ആ മണ്ഡലത്തിലില്ല. അപ്പൊ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ശരി, സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ ഭേദമന്യേ മതജാതി ഭേദമന്യേ ജനങ്ങളെ സേവിക്കാനുള്ളൊരു മനസ്സുണ്ട്, അയാളൊരു ജെന്യൂൻ പൊളിറ്റീഷ്യൻ ആയി വരും എന്ന ചിന്തയിലാണ്. ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂർ നഗരത്തിൽ തന്നെ വലിയ ശക്തിയാണ് ക്രിസ്തീയ വോട്ടുകൾ. ആ ക്രിസ്തീയ വോട്ടുകൾ ദത്താത്രേയ ഹൊസബളെ പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ പൂരം കലങ്ങിന്റെ വിഷമത്തിലാണോ, തൃശ്ശൂർ പൂരം കലങ്ങിയ വിഷമത്തിലാണോ ഈ കത്തോലിക്കര് വോട്ട് ചെയ്തത്? അങ്ങനെയല്ലല്ലോ. അപ്പൊ അവിടെ ഈ സിനാരിയോസ് മുഴുവൻ കോൺഗ്രസിനകത്തെ ഇന്റേണൽ പോളിറ്റിക്സ് ചീഞ്ഞു നാറുന്ന രഹസ്യങ്ങൾ പത്മജ വിളിച്ചു പറയുന്നു.
അപ്പൊ കോൺഗ്രസ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ടി അല്ലെന്ന ചിന്ത വോട്ടേഴ്സിൽ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുരളീധരനെ കെട്ടിയിറക്കുന്നു. മുരളീധരൻ ഒട്ടും താല്പര്യമില്ല. മുരളീധരൻ തോക്കുമെന്ന മുഖത്തോടു കൂടിയാണ് എല്ലാവരോടും കൈവീശി കാണിച്ചിരുന്നത്. ഇങ്ങനെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, മുരളീധരന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായും ഓവർ സ്നേഹപ്രകടനം കണ്ടപ്പോഴേ ജനങ്ങൾ വിധി എഴുതിയതാ. അതെ അതെ അതെ, പ്രതാപൻ പിന്നെ ഈ മാർക്ക് ആന്റണിയുടെ സ്പീച്ചിൽ പറയുന്ന പോലെ പ്രതാപൻ ബ്രൂട്ടസിനെ പോലെ പോയിട്ട് മുരളിയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പ്രതാപൻ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. അപ്പൊ പ്രതാപന് നഷ്ടപ്പെട്ടത് വലിയൊരു പിന്നെ ചക്കരക്കുടമാണെന്ന ഒരു ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് മുരളിയേട്ടൻ ഒരിക്കലും അവിടെ ജയിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി അടിയൊഴുക്കുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതൊന്നും ദത്താത്രേയ ഹൊസബളയുടെ തലയിൽ കെട്ടി വെച്ചൊരു കാര്യമില്ല. അപ്പൊ കോൺഗ്രസ് ഓൾറെഡി അവിടെ ഇന്റേണൽ പോളിറ്റിക്സിന്റെ ചീഞ്ഞു നാറുന്ന അവസ്ഥയിലായതുകൊണ്ട് ഈ വോട്ട് ചെയ്യുന്ന ജനസാമാന്യം, അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ക്രിസ്ത്യാനികളുടെ വോട്ട് സഞ്ചയം വളരെ വലുതാണ്. അപ്പൊ ആ വോട്ട് ഡിസൈസീവ് ഫാക്ടറാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. സുരേഷ് ഗോപി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സുരേഷ് ഗോപി പോയിട്ട് മേരി മാതാവിന് മാല ചാർത്തിയത് എന്താണ്? എന്നെ സംബന്ധിച്ചത് മതവും ഭക്തിയൊന്നും അല്ല, പോളിറ്റിക്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അത് എന്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ ആ പോളിറ്റിക്സ് സമർത്ഥമായിട്ട് കളിക്കുന്നിടത്തല്ലേ ജനാധിപത്യത്തിന്റെ വിജയം. ഞാൻ അങ്ങനെ പിന്നെ തൃശ്ശൂർ ഇത്രയധികം ആൾക്കാർ ക്രിസ്ത്യൻ വോട്ട്സ് ആണ് എന്നാൽ ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ല. അയാൾ ചെയ്ത് എല്ലാ മതങ്ങളെയും ഞാൻ വിശ്വാസത്തിലെടുക്കുന്നത് കാണിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം. അത് പ്രകടനമോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിരിക്കാം, അത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാതെ അയാളുടെ മനസ്സിലുള്ള കാര്യമാണ്. പക്ഷേ അയാൾ അത് ചെയ്തതിന്റെ ഫലം കൃത്യമായിട്ടും അടുത്തപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചേർന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ മാത്രം വോട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കില്ല, ഹിന്ദുക്കൾ മാത്രം വോട്ട് ചെയ്തുകൊണ്ട് ജയിക്കില്ല. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ചേർന്നുകൊണ്ട് ഒരു വോട്ടിംഗ് സിസ്റ്റം അവിടെ തൃശ്ശൂർ രൂപപ്പെടുകയും അതിൽ സുരേഷ് ഗോപി നല്ല 75,000 വോട്ടിനാണ് അല്ലേ? അതെ 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 75,000 വോട്ടിന് ജയിച്ചു പറയും. ഇതൊക്കെ ദത്താത്രേയ ഹൊസബള ADGPയോട് പറഞ്ഞത് എന്ത് വിഡ്ഢിത്തരാണ്. അതായത് ഇവരെ സംബന്ധിച്ച് തോറ്റ് വട്ടായി പോകുമെന്ന് പറയും. ഏതൊരു സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് ഞാൻ ഇവിടുത്തെ തോറ്റ MLA ആണ്. അപ്പൊ ശ്രീനിവാസൻ ചോദിക്കുകയാണ് തോറ്റ പിന്നെ എങ്ങനെ MLA ആവും? അപ്പൊ നിങ്ങൾ പിന്നെ ആ വാക്ക് ഉപേക്ഷിക്കണം, നിങ്ങൾ തോറ്റ സ്ഥാനാർത്ഥിയാണ്. അതേപോലെ MLA ആവാനോ MP ആവാനോ പറ്റാത്ത വിഷമത്തിന് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. സുനിൽ കുമാറും പറയുന്നുണ്ട് എന്നെ പാർട്ടി ചതിച്ചു അല്ലെ, പാർട്ടി അന്വേഷണം നടത്തിയില്ല. അത് അവരുടെ ഇന്റേണൽ പ്രശ്നമാണ്. ദേ ഹാവ് ടു ഡിസൈഡ് അബൌട്ട് ഇറ്റ്. പിന്നെ ADGP എന്ന വ്യക്തിക്ക് ഇന്ന ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ കോൺഗ്രസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? പോലീസുകാരെ കൊണ്ട് വീട്ടിലെ പിന്നെ ഭാര്യയുടെ അടിപ്പാവടരെ കഴിയിച്ച് കൂട്ടറാണ് കോൺഗ്രസ്സുകാർ. ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇതിന് തൊട്ട് മുമ്പ് ഇരുന്ന DGP ആയിരുന്ന അദ്ദേഹം മാന്യദേഹം കോൺഗ്രസിന് പിന്നെ കരുണാകരന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം ഉണ്ടായിരുന്നു. നമ്മുടെ ബെഹ്റ, പത്മജയും വേണു മുരളിയൊക്കെ കുട്ടികളായിരുന്നപ്പോൾ അവിടെ സേവന താല്പര്യത്തോടുകൂടി വളരെയധികം പിന്നെ യജമാന സ്നേഹം കാണിച്ചിരുന്ന ആളല്ലേ ബെഹ്റ. അപ്പൊ ഇതൊക്കെ പൊളിറ്റിക്സിൽ ഉള്ളതാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ പലരും പലരോട് കൂടിക്കാഴ്ച. പിന്നെ ഇത് മറ്റൊരു വശം കൂടി നോക്കണം അനിൽജി, നമ്മൾ കാണാത്തൊരു വശത്തിലുണ്ട്. ഇപ്പൊ കോൺഗ്രസ് ശ്രമിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു, കേരളത്തിലെ ഹിന്ദുക്കളുടെ വിശ്വാസവും കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. ഇപ്പൊ കോൺഗ്രസ് ശ്രമിക്കുന്നത് അൻവറിലൂടെ ഇസ്ലാമിക ശക്തികളെ, ന്യൂനപക്ഷ ശക്തികളെ, എസ്പെഷ്യലി ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ് ശക്തികളെ ചേർത്ത് നിർത്തിയാൽ ചിലയിടങ്ങളിലൊക്കെ സീറ്റ് വീഴാതെ നിലനിർത്താം എന്ന ഒരു ഐഡിയയാണ്. വളരെ ഡേഞ്ചറസ് ഐഡിയ ആണ്. ഇപ്പോഴേ തോൽപ്പിക്കേണ്ട ഐഡിയ ആണിത്. കോൺഗ്രസിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ അൻവർ ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്? വഴിയിൽ നിന്നിട്ട് ഒരു ചാരിത്ര ശുദ്ധിയില്ലാത്തൊരു സ്ത്രീ ഒരു വലിയ തറവാട്ടിലെ സ്ത്രീയെ പറ്റി തറവാട്ടിൽ വിളിച്ചു പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കുന്നവൻ അതിലും വലിയ മോശക്കാരനാണ്. ഇതാരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? അൻവറാണ് ഉന്നയിക്കുന്നത്. അൻവറിന്റെ സാമ്പത്തിക നിലപാട് എന്താണ്? ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. ഒരു നേതാവല്ല. നിങ്ങൾ ഊഹിച്ചു പറയണ്ടല്ലോ. അൻവറിന്റെ ഫീഡിലാണ് ഞാൻ ഇപ്പോഴും തുറന്നു പറയുന്നു. അൻവർ ഫീഡ് കൊടുത്തിട്ടാണ് ഈ സതീശ് വിളിച്ചു പറഞ്ഞ് ഞാൻ പറയുന്നു നിങ്ങൾ നിഷേധിക്കും. നമ്മുടെ നിലയിൽ വെക്കണ്ട. അതാ പറയുന്നത് നമ്മുടെ വിളിച്ചു പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നു അൻവർ പറയുന്ന അനുസരിച്ച് തുള്ളുന്ന രീതിയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും മാറി. എത്രയും അർത്ഥം. അപ്പൊ ഞാൻ വസന്ത് കാണിക്കണം. വസന്ത് ഞാൻ വന്നപ്പോ 10-15 മിനിറ്റ് സംസാരിച്ചു. ഞാൻ വസന്ത് അനിൽജി വസന്തിനെ നിയന്ത്രിക്കണം പ്ലീസ്. വസന്തിലേക്ക് വരാം. ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ താങ്കളിലേക്ക് വരാം പ്ലീസ്.
നോക്കൂ വസന്തിന്റെ രാഷ്ട്രീയ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? അല്ല വസന്ത് ഒന്ന് ഇല്ല, അറിഞ്ഞു. വസന്തത്തെ വസന്ത് എതിർക്കാം. സംസാരിച്ചപ്പോ ഞാനത് മിണ്ടിയില്ലല്ലോ. അല്ല, വസന്ത് സംസാരിച്ചപ്പോ ഞാനൊരു താങ്കളുടെ അക്ഷരം ടേക്ക് വരുന്ന പറഞ്ഞില്ല. സമയത്ത് എന്റെ എതിർക്കാം. അവസരത്തിൽ വസന്ത് താങ്കളുടെ സംസാരിക്കുന്ന കൂടെ മാന്യതയാണ് എതിർക്കാം. വസന്തേ. Please, വസന്തേ ഇപ്പൊ സംസാരിക്കണ്ട. വസന്തിന്റെ അവസരം വരുമ്പോ അതെ സംസാരിച്ചോളൂ. അതെ അതെ യെസ് തർക്കത്തിലേക്ക് പോകണ്ട. നിങ്ങൾ പറഞ്ഞ ഒരുപാട് ഫാക്ടർ വസന്തേ, നിങ്ങൾ പറഞ്ഞ ഒരുപാട് ഫാക്ടർ വിയോജിപ്പുകൾ ഇപ്പൊ കുറിച്ചു വെക്കുക. വിയോജിപ്പുകൾ ഇപ്പൊ കുറിച്ചു വെക്കുക. വസന്തിന്റെ ഊഴം വരുമ്പോ വസന്തിനെ അവതരിപ്പിക്കാൻ ഞാൻ സമയം തരും. വസന്ത ഒരു മര്യാദ കാണിക്കുന്നത്. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പോലെ തീരെ ജനാധിപത്യപരമായ സംവാദ വേദി ഇത്. നിങ്ങൾക്ക് നരേന്ദ്ര മണ്ടിയെ പോലെ തീരെ മെച്ചൂരിറ്റി ഇല്ലാതെ പെരുമാറുന്നത് നരേന്ദ്രമോദിയാണ്. മോദി അയാൾ അച്ഛന്റെ പേരാണ്. രാഹുൽ ഗാന്ധിയുമാണ് കേട്ടോ. ശരി, ശരി. ഏത് ഗാന്ധി? ഗാന്ധി ആരാണ്? നമുക്ക് ചർച്ച ചെയ്യാം. ഏത് മോദി? ഗാന്ധി നരേന്ദ്രമോദി അച്ഛന്റെ പേരാ മോദി. ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛനാണോ ഗാന്ധി? അല്ല മുത്തച്ഛനാണോ? ചുമ്മാ പ്ലീസ് പ്ലീസ് മതി. അല്ല ഇത് ഡൈവേർട്ട് ചെയ്യണ്ട പ്ലീസ് പ്ലീസ്. കള്ളത്തരം കണ്ടുപിടിച്ച കോൺഗ്രസ് മോദിയുടെ അച്ഛനെ പറയുന്നത്. നിങ്ങൾ ഇതിന് മുമ്പ് നിങ്ങൾ വലിയ നേതാക്കന്മാരെ ഓടിക്കുന്നതാ. കേട്ടിരിക്കാൻ നമുക്ക് പോയിന്റിലേക്ക് വരാം. വസന്തേ രാഹുൽ ഗാന്ധിയാണോ? വിദ്യാസാഗർ നമുക്ക് പോയിന്റിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരാം. അയാളൊന്നും ഉണ്ടായിരിക്കാൻ പറയും. അല്ലെങ്കിൽ പിന്നെ വെറുതെ അയാളെ നേതാവ് തന്തക്കുറി കേൾക്കേണ്ടി വരും. അയാൾ ഉണ്ടായിരിക്കാൻ വിഷയത്തിലേക്ക് വരാം പ്ലീസ്. അതെ, അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ പോയിന്റ് എന്ന് വെച്ചാല് ഈ സതീശൻ പറഞ്ഞ പോയിന്റ് ഒന്നും സതീശന്റെ അല്ല. ഈ അൻവറിനെ പോലെ ആൾക്കാർ അവർക്കൊരു ചാഞ്ചാട്ടം ഇപ്പോൾ അവരൊന്നും ഒരു പൊളിറ്റിക്സിൽ ഉറച്ചു നിൽക്കുന്നവരല്ല. ഇത് ബിസിനസ്മെൻ. അവർ പൊളിറ്റീഷ്യൻസ്, അവർ രാഷ്ട്രീയക്കാരാണ്. അവർ അതേ സമയത്ത് വലിയ ബിസിനസ്സുകാരാണ്. അവർക്ക് ഇപ്പൊ പിണറായി വിജയനുള്ള ദേഷ്യം അല്ല അൻവർ കാണിക്കുന്നത് പിണറായി വിജയൻ ഒരു pro RSS സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ SDPI-കാരുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ദീർഘകാലത്തെ ആരോപണമാണ്. അതിന്റെ കാരണം രാഖി രാമാൻ ഒരു പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞും പോലും അറിയാതെ എല്ലാ എന്താ പറയാ PFI-കാരനെയും അവന്റെ കിടപ്പറയിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് പോയതിൽ പിണറായി വിജയന്റെ മൗന സമ്മതം, അതിന് ADGP അനുവാദം ഉണ്ടായിരുന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അപ്പൊ ഇവരെ വിഷമിപ്പിക്കുന്ന ഘടകം എന്താണ്? പഴയ പോലെ തീവ്രവാദ പ്രവർത്തനം അനുസരിച്ച് നടക്കുന്നില്ല. അപ്പൊ അതിന് ഈ ADGP ഒരു ബഹു ഹിന്ദുത്വവാദിയാണ്, RSSകാരനാണെന്ന് വരുത്തി തീർത്താൽ ഇവർക്ക് ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അത് പാളിപ്പോയി. ഓൾറെഡി ആ വാദം പാളിപ്പോയി. പിണറായി വിജയൻ അത് ഞാൻ നേരെ അന്ന് പറഞ്ഞിരുന്നു അനിൽജിയോട്. പിണറായി വിജയൻ ഇസ് എ വെരി ഷ്രൂഡ് പൊളിറ്റീഷ്യൻ. അയാൾ ഇത് ഈ ശീതസമരത്തെ ഒതുക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഈ ശീതസമരത്തെ പൂർണ്ണമായും പിണറായി വിജയൻ ക്രഷ് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോ ആ ആരോപണത്തിന് യാതൊരു വിലയുമില്ല. ADGP ദത്താത്രേയ ഹൊസബളെ കണ്ടത് ഒഫീഷ്യൽ വാഹനത്തിലല്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പേഴ്സണൽ മീറ്റിംഗ്. വൈ കാന്റ് മിസ്റ്റർ അജിത് കുമാർ മീറ്റ് ആൻ RSS ലീഡർ? എന്തായാലും തെറ്റെന്താണ്? ഇതൊരു ഒഫീഷ്യലായിട്ട് കാര്യം അല്ലെന്നുള്ളത് അവിടെ തന്നെ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. വിദ്യാസാഗർ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. പ്യുവർലി പേഴ്സണൽ അല്ല. അയാൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ADGP അജിത് കുമാറിന് വേണമെങ്കിൽ നമ്മുടെ RSSന്റെ മോഹൻ ഭാഗവത്, സർസം കജാലനെ കാണാം. എന്താ ഇവർക്ക് എന്താ വിഷമം? കണ്ടുകൂടെ? ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞയാള് നസീറുദ്ദീൻ എളമരത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടല്ലോ. നമ്മുടെ ഇവരുടെ നേതാവ് VD സതീശൻ സംഘത്തിന്റെ ഒരു പരിപാടിയിൽ വിളക്ക് തെളിച്ചിട്ടില്ലേ? അല്ല, ഷിബു ബേബി മന്ത്രിയായിരിക്കുമ്പോഴല്ലേ നരേന്ദ്രമോദിയെ കണ്ടത്? ഗുജറാത്ത് മുഖ്യമന്ത്രി. ഇതിലൊക്കെ എന്താ ഇതിലൊക്കെ വിഷമം എന്താണ്? ഇതൊക്കെ പേഴ്സണലായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. കോൺഗ്രസ് മരണശൈലിയിൽ കിടക്കുന്ന ഒരാളുടെ വിലാപം പോലെ പലതും വിളിച്ചു പറയണം. അതിൽ ഞങ്ങൾക്ക് വിഷമമില്ല. മരിക്കാൻ പോകുന്ന ഒരാളോട് കാണിക്കുന്ന ദയ എപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരോട് കാണിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ അവസാന ദശയായതുകൊണ്ട്. പക്ഷെ ഇത് പ്രധാനപ്പെട്ട ഒരു വാദം, ഞാൻ പറഞ്ഞ വാദം ഇതാണ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ദത്താത്രേയ ഹൊസബളെ കണ്ടു എന്ന് ഇവർ കരയാൻ കാരണം ഇവിടെ ന്യൂനപക്ഷത, എസ്പെഷ്യലി മുസ്ലിം ഭീകര വോട്ടുകൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന അവസാനത്തെ അടവാണ്. അപ്പൊ അതിന് CPM-ലെ KT ജലീൽ, നമുക്കറിയാം ഖുർആൻ കടത്തുകാരനായ KT ജലീലും അൻവർ ഒന്നിച്ചിരിക്കുകയാണ്. അപ്പൊ വളരെ സിമ്പിൾ ആണ് ഇതിന്റെ കാര്യം. പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ട ഏജൻസിയുടെ അന്വേഷണം എവിടെയാണ്? എവിടെ പോയി നിൽക്കുന്നു? എന്താണ് ആ ഖുർആൻ കടത്തുകാരനെതിരെ നിങ്ങളുടെ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നുണ്ട്. എവിടെ പോയി നിൽക്കുന്നു? അതായത് ഞങ്ങൾ മറുപടി പറഞ്ഞോട്ടെ. പ്ലീസ് 4 വർഷമായി അന്വേഷണം തുടങ്ങിയിട്ട് മനഃപൂർവ്വം വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് താങ്കൾ. അതിന് വഴങ്ങി കൊടുക്കരുത് പ്ലീസ്. വസന്ത ഒന്ന് പറയട്ടെ. ഒരു സെക്കൻഡ്. വസന്ത ഒന്ന് പറയട്ടെ. വസന്ത, നീ ഇങ്ങനെ ചാടല്ലേ?
അതായത് ഈ അരമണിക്കൂർ ഫാക്ച്വൽ പറഞ്ഞു. പ്ലീസ് ഞാൻ പറഞ്ഞ ഇറങ്ങുന്നില്ല, ഞാൻ സത്യം പറഞ്ഞ ഗാന്ധി തന്നെയാണ് പേര്, ഗാന്ധി അല്ല. അത് പറയും, അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ അല്ല ബുദ്ധിമുട്ട്. നിങ്ങൾ ആ തലത്തിലേക്ക് ഗുരുമൂർത്തി അഡ്വക്കേറ്റ് വസന്ത് സിരേഖ് പ്ലീസ്, ഞാൻ പറയുന്നതിനോട് അദ്ദേഹത്തിനാണ് ഇടയ്ക്ക് പറയുന്നത്, അദ്ദേഹത്തിന് സമയത്തിന് പറയാമല്ലോ. യെസ് താങ്കൾ ഞാൻ പറഞ്ഞു ഫിനിഷ് ചെയ്യണം. സെക്കൻഡ് ഫിനിഷ് ചെയ്യണം. ആദ്യ ഇടവേളയിലേക്ക് പോകുന്നത് ന്യൂനപക്ഷങ്ങളെ, അതായത് എസ്പെഷ്യലി മുസ്ലിം ലീഗിനെയും അതിനപ്പുറത്ത് ഭീകരതയുള്ള വർഗത്തെയൊക്കെ കൂടെ നിർത്താൻ വേണ്ടി അൻവറിലൂടെ നടത്തിയ ഒരു ശ്രമം പാളിപ്പോയി, എത്ര മാത്രമേ ഉള്ളൂ. യെസ്